എന്ന് പറയുന്ന ലേഖനങ്ങളാണ് നമ്മുടെ ഗ്യാപ്പ് കിട്ടുന്ന മുറയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ നവംബർ 1950 എഴുതിയ ഒരു ലേഖനമാണ് AI ഇസ് നോട്ട് എ ബിഗ് ബിസിനസ്. അപ്പോ ആ അതിനെപ്പറ്റി എൻ്റെ ഇംഗ്ലീഷിലുള്ളത് വായിക്കാം. താങ്ക്സ് ഗിവിംഗ് ഈസ് കമ്മിങ്. അതായത് നന്ദി പ്രകാശന ദിവസങ്ങളാണ് ഇവിടെ ഈ കാനഡ, അമേരിക്കയിലെ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാല് ഒരു കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ദിവസമാണ്. അപ്പം താങ്ക്സ് ഗിവിംഗ് ഈസ് കമ്മിങ് ആൻഡ് വിത്ത് ഇറ്റ് ട്രഡീഷൻ വീക്ക്. അതോടൊപ്പം നമ്മുടെ പാരമ്പര്യത്തിന്റെ വാരം അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ 1950 പാരമ്പര്യം രൂപപ്പെടുത്തിയത് അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ അംഗീകരിച്ചത്. ഐ നെവർ ഫെൽറ്റ് ഹാപ്പിയർ. എനിക്ക് ഒരിക്കലും സന്തോഷം തോന്നിയില്ല. അവർ ട്രഡീഷൻ ആർ സെറ്റ് ഡൗൺ ഓൺ പേപ്പർ. നമ്മളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ ട്രഡീഷൻ കടലാസിൽ പതിഞ്ഞിട്ടുണ്ട്. ബട്ട് ദേ വർ റിട്ടൺ ഫസ്റ്റ് ഇൻ അവർ ഹെഡ്. പക്ഷേ ആദ്യം അവ എഴുതപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. ഫോർ ഈച്ച് ഓഫ് us knows instinctively, I think, that AI is not ours to do with us we please. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അല്ലെങ്കിൽ ഞാനത് സഹജമായിട്ട് ഇങ്ങനെയാണ് കരുതുന്നത്, AI നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ AI നമ്മളുടേതല്ല. We are but caretakers to preserve the spiritual quality of our fellowship. നമ്മുടെ ആത്മീയ കൂട്ടായ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയുടെ ആത്മീയ ഗുണം കാത്തു സൂക്ഷിക്കുന്ന പരിപാലകരാണ് നാം. Keep it whole for those who will come after us and have need of what has so generously be given to us. നമ്മളുടെ പിന്നാലെ വരാനിരിക്കുന്ന പുതിയ ആളുകൾക്ക് ഉദാരമായിട്ട് നമ്മൾക്ക് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ചത് ഇനി വരാനിരിക്കുന്ന ആവശ്യമുള്ളവർക്ക് വേണ്ടി അത് മുഴുവനായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ നമ്മളുടേതല്ല. വി ലേൺഡ് അവർ ലെസൺ അബൌട്ട് മണി ഏർലി. പണത്തെക്കുറിച്ചുള്ള പാഠം ഞങ്ങൾ നേരത്തെ പഠിച്ചു. വി ഫിയർഡ് ഓർഗനൈസേഷൻ ലീസ്റ്റ് വി സോളിഡിഫൈ ആൻഡ് ഡിസ്ട്രോയ് അവർ സെൽസ് ആസ് എ മൂവ്മെന്റ്. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ സ്വയം ഉറപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നമ്മുടെ സംഘടനയെ ഓർത്ത് ഭയപ്പെട്ടു. At the same time, we faced the moral and human obligations to make our program instantly available to all who asked for it, and they came in ever-increasing numbers. അതേസമയം ഞങ്ങളുടെ പ്രോഗ്രാം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും തൽക്ഷണം ലഭ്യമാക്കാനുള്ള ധാർമ്മികതയും മാനുഷികവുമായ ബാധ്യത ഞങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. Yes. We have had need of money and we have had to provide services. അതെ, ഞങ്ങൾക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സേവനങ്ങൾ നൽകേണ്ടി വന്നു. But we have resolved never to allow either money or the management of our necessary affairs to obscure our spiritual aim. എന്നാൽ നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങളെ അവ്യക്തമാക്കാൻ അല്ലെങ്കിൽ വ്യക്തതയില്ലാതാക്കാൻ പണമോ നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ അങ്ങനെ പണത്തിനെ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. The same loving God whose divine wisdom has shown us that one desperate and shaky drunk fumbling for a nickel to call for help loom larger than the organization we shall ever have or need. അപ്പോ നമ്മുടെ ആത്മീയ ലക്ഷ്യങ്ങളെ അവ്യക്തമാക്കാൻ അല്ലെങ്കിൽ അത് വ്യക്തതയില്ലാതാക്കാൻ പണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതോ പണം ഒരു പ്രശ്നമാകാൻ ഒരിക്കലും അനുവദിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതോടൊപ്പം നിരാശയും വളരെ ഷേക്കി അല്ലെങ്കിൽ ശരീരം മുഴുവൻ കുലുങ്ങി വിറച്ചു നിൽക്കുന്ന ഒരാള് സഹായത്തിനായി വിളിക്കാനായി ഒരു നിക്കല് പോലും അല്ലെങ്കിൽ ഒരു രൂപ പോലും അല്ലെങ്കിൽ ഒരു പണം പോലും തൻ്റെ കയ്യിലില്ലാതെ പരക്കം പായുന്ന ഒരാൾ നമുക്കുണ്ടായിരിക്കുന്നതോ ആവശ്യമുള്ളതോ ആയ ഏതൊരു സംഘടനയെക്കാളും വലുതായി നിൽക്കുന്നതെന്ന് ദൈവിക ജ്ഞാനം നമുക്ക് കാണിച്ചു തന്ന അതേ സ്നേഹവാനായ ദൈവമാണ്. അതായത് പറയാർന്ന ശരീരത്തോടെ ഒരു നിക്കല് പോലും ഇല്ലാതെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്ന ആളാണ് ഒരു ഓർഗനൈസേഷനേക്കാളും വലുത്. വി ഷാൽ എവർ ഹാവ് ഓർ നീഡ്.
അല്ലെങ്കിൽ നമുക്ക് തന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനയെക്കാളും വലുതായിട്ട് നിൽക്കുന്നത് പുതിയതായി വരുന്ന ആളുകളാണ് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം അതവിടെ പറയുന്നത്. അപ്പോൾ at Cleveland, July last, 7,000 AAs set their approval to the 12 traditions of Alcoholics Anonymous. We took our destiny by the hand. Alcoholics Anonymous had grown up. കഴിഞ്ഞ ജൂലൈയിലെ ക്ലീവ്ലാൻഡിൽ ഏകദേശം 7,000 AA അംഗങ്ങൾ ആൽക്കോളിക്സ് അനോണിമസിന്റെ 12 പാരമ്പര്യങ്ങൾക്ക് അംഗീകാരം നൽകി. ഞങ്ങൾ ഞങ്ങളുടെ വിധി കയ്യിലെടുത്തു. വി ടുക്ക് അവർ ഡെസ്റ്റിനി ബൈ ദ ഹാൻഡ്. ഞങ്ങൾ ഞങ്ങളുടെ വിധി കയ്യിലെടുത്തു. ആൽക്കോളിക്സ് ഹാഡ് ഗ്രോൺ അപ്പ്. ആൽക്കോളിക്സ് അനോണിമസ് വളർന്നു. 3 of those traditions define the service of Alcoholics Anonymous and outline our collective responsibility for them, management responsibility and money responsibility. The traditions also say that our trusted servants shall never govern, that they shall always be directly accountable to those they serve. അപ്പോൾ നമ്മൾ നമ്മുടെ ആൽക്കോഹോളിക്സ് അനോണിമസ് വളർന്നു. ആ പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പാരമ്പര്യം, ആ 3 ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ സേവനങ്ങളെ നിർവചിക്കുന്നു. അതായത് ഈ 12 പാരമ്പര്യങ്ങളിൽ 3 ആൽക്കോഹോളിക്സ് അനോണിമസ് സേവനങ്ങളെ നിർവചിക്കുകയും അവയ്ക്കുള്ള നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ രൂപരേഖ നൽകുകയും ചെയ്യുന്നു. മാനേജ്മെന്റ് ഉത്തരവാദിത്വവും പണത്തിന്റെ ഉത്തരവാദിത്വവും. നമ്മുടെ വിശ്വസ്തരായ നമ്മുടെ സേവകര് അവർ നമ്മുടെ വിശ്വസ്തരായ ദാസന്മാരാണ്, ഒരിക്കലും നമ്മളെ ഭരിക്കുന്നില്ല എന്നും പാരമ്പര്യങ്ങൾ പറയുന്നു. അവർ സേവിക്കുന്നവരോട് എപ്പോഴും നേരിട്ട് ഉത്തരവാദികളായിരിക്കും. നേരിട്ട് ഡയറക്ട്ലി അക്കൗണ്ടബിൾ ടു ദോസ് ദേ സെർവ്. അവർ എപ്പോഴും ഉത്തരവാദിത്വം ഉണ്ടായിരിക്കേണ്ടത് അവർ സേവനം ചെയ്യുന്നവരോടാണ്. ലാസ്റ്റ് മന്ത് ഐ ബ്രോഡ്കാസ്റ്റ് ടു യു. കഴിഞ്ഞ മാസം ഞാൻ നിങ്ങളോട് ദ മെമ്പർ ഓഫ് ആൽക്കോഹോളിക്സ് അനോണിമസ് ആൻഡ് അർജന്റ് അപ്പീൽ. കഴിഞ്ഞ മാസം ഞാൻ നിങ്ങളോട്, അതായത് ആൽക്കോഹോളിക്സ് അനോണിമസ് അംഗങ്ങളോട് ഒരു അടിയന്തര അഭ്യർത്ഥന സംപ്രേഷണം ചെയ്തു. ഇറ്റ് വാസ് എ പ്ലീ, ഒരു അടിയന്തര അഭ്യർത്ഥന. ഒരു അഭ്യർത്ഥന. ഇറ്റ് വാസ് എ പ്ലീ ദാറ്റ് യു ടേക്ക് ഫുൾ മണി റെസ്പോൺസിബിൾ ഫോർ യുവർ AA ഹെഡ് ക്വാർട്ടേഴ്സ്, ദ ആൽക്കോഹോളിക് ഫൗണ്ടേഷൻ ആൻഡ് ഇറ്റ്സ് AA ജനറൽ സർവീസ് ഓഫീസ് അറ്റ് ന്യൂയോർക്ക്. നിങ്ങളുടെ AA ഹെഡ് ക്വാർട്ടേഴ്സിന്റെയും ആൽക്കോഹോളിക്സ് അനോണിമസ് ഫൗണ്ടേഷന്റെയും ന്യൂയോർക്കിലെ അതിന്റെ AA ജനറൽ സർവീസ് ഓഫീസിന്റെ മുഴുവൻ പണവും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന ഒരു അഭ്യർത്ഥനയായിരുന്നു അത്. We who work in your headquarters are delighted with the result. അപ്പോ നിങ്ങളുടെ ആ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഞങ്ങൾ ഫലത്തിൽ സന്തുഷ്ടരാണ്. ഗ്രൂപ്പ്സ് who never helped before have now done so. ഇതുവരെ ഞങ്ങളെ സഹായിച്ചിട്ടില്ലാത്ത പല ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഞങ്ങളെ സഹായിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത്. Who never helped before had now done so. New groups, very small groups, institutional groups, not really under any obligations, have made sacrifices. അപ്പോ പുതിയ ഗ്രൂപ്പുകൾ, വളരെ ചെറിയ ഗ്രൂപ്പുകൾ, സ്ഥാനപരമായ ഗ്രൂപ്പുകൾ ഒരു ബാധ്യതയ്ക്കും കീഴിലില്ല. അവർ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. have made sacrifices. അപ്പോ അവര് ഒരു ബാധ്യതയ്ക്കും കീഴിലല്ല ഇങ്ങനെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചത്, അണ്ടർ എനി ഒബ്ലിഗേഷൻ. പക്ഷെ അവർ സ്വയം സഹായിക്കുകയാണ് ചെയ്തത്. ഇഫ് ദിസ് കീപ്സ് അപ്പ്, അവർ ഡെഫിസിറ്റ് അറ്റ് ഹെഡ് ക്വാർട്ടേഴ്സ് വിൽ ബി തിങ് ഓഫ് ദ പാസ്റ്റ്. നെവർ ഹാവ് ഐ ബീൻ so encouraged about the future of our services. Your generous and responsible action makes a fitting setting for the news I am about to give you. അപ്പൊ ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു കടപ്പാടോട് കൂടി അല്ല, അല്ലെങ്കിൽ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുക, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യുകയല്ല അവർ ചെയ്തത്, അവർ ത്യാഗം ചെയ്യുകയാണ് ചെയ്തത്. ഇത് തുടർന്നാൽ ആസ്ഥാനത്തെ നമ്മുടെ കമ്മിപ്പണം പഴയ കാര്യമാകും. ഞങ്ങളുടെ സേവനങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ഉദാരവും ഉത്തരവാദിത്വമുള്ളതുമായ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വാർത്തകൾക്ക് അനുയോജ്യമായ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നു. Never I have been encouraged about the future of our services. Your generous and responsible action makes a fitting setting for the news I am about to give you. For 12 years, family aided by great friends. 12 വർഷമായി നല്ല സുഹൃത്തുക്കളുടെ ഊഷ്മളമായ സഹായത്താൽ ഡോക്ടർ ബോബ് ആൻഡ് ഐ ഹാവ് സ്റ്റുഡ് സെന്റിനൽ ഓവർ യുവർ ഹെഡ് ക്വാർട്ടേഴ്സ്. ഡോക്ടർ ബോബും ഞാനും നിങ്ങളുടെ ആസ്ഥാനത്ത് കാവൽ നിൽക്കുകയാണ്. We have
been holding this valuable assets in trust for you, your General Service Office, your book Alcoholics Anonymous, your principal magazine, the AA Grapevine, your public relations, your common funds. അപ്പം നിങ്ങളുടെ ആ സ്ഥാനത്ത് ഞങ്ങൾ കാവൽ നിൽക്കുകയാണ്. ഊഷ്മളമായിട്ട് പല സുഹൃത്തുക്കളുടെ സഹായത്താലാണ് നിങ്ങളുടെ ജനറൽ സർവീസ് ഓഫീസ്, നിങ്ങളുടെ പുസ്തകമായിട്ടുള്ള ആൽക്കഹോളിക്സ് അനോണിമസ്, നിങ്ങളുടെ പ്രധാന മാഗസിൻ അല്ലെങ്കിൽ മാസികയായ എ ഗ്രേപ്പ് വൈൻ, നിങ്ങളുടെ പബ്ലിക് റിലേഷൻസ്, നിങ്ങളുടെ പൊതുഫണ്ടുകൾ എന്നിങ്ങനെയുള്ള ഈ വിലപ്പെട്ട ആസ്തികൾ ഞങ്ങൾ നിങ്ങൾക്കായി കാത്തു സൂക്ഷിച്ചു, അല്ലെങ്കിൽ വിശ്വാസത്തിൽ കാത്തു സൂക്ഷിച്ചു. വി ഹാവ് ബീൻ ഹോൾഡിംഗ് ദോസ് വാല്യുബിൾ അസറ്റ്സ് ഇൻ ട്രസ്റ്റ് ഫോർ യു. നിങ്ങളോടുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചു. വി ഹാവ് നെവർ ആസ്ക്ഡ് യു ടു ടേക്ക് any direct responsibility for them. ഞങ്ങൾ നിങ്ങളോട് അതിന്റെ നേരിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ബട്ട് ടൈം ഹാവ് ചേഞ്ച്ഡ്. പക്ഷെ ഇപ്പോൾ എന്നാൽ കാലം മാറിയിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് ഈസ് നൗ ഗ്രോൺ. ആൽക്കഹോളിക്സ് അനോണിമസ് ഇപ്പോൾ വളർന്നിരിക്കുന്നു. ഇറ്റ്സ് എ ഫൗണ്ടേഴ്സ് ആർ പെരിഷബിൾ. അതിന്റെ സ്ഥാപകർ നശിച്ചു പോയേക്കാവുന്നവരാണ്, അല്ലെങ്കിൽ നശിക്കാൻ സാധ്യതയുള്ളവരാണ്. വി കനോട്ട് ബി യുവർ ഗാർഡിയൻസ് ഓൾവേസ്. നിങ്ങളുടെ എല്ലായ്പ്പോഴും ഈ പറയുന്ന സ്ഥാപകന്മാർക്ക് നിങ്ങളുടെ രക്ഷാധികാരികളാകുവാൻ കഴിയില്ല. വി കനോട്ട് ബി യുവർ ഗാർഡിയൻസ് ഓൾവേസ്. രക്ഷാധികാരികളാകുവാൻ എല്ലായ്പ്പോഴും കഴിയില്ല. So the hours is come when you must take these things into your own keeping. We ask that you guard them well, for the future of Alcoholics Anonymous may much depend on how you maintain and support this life-giving arms of service. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ രക്ഷാധികാരികളായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലാകയാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ കൈവശമാക്കേണ്ട സമയം വന്നിരിക്കുന്നു. നിങ്ങൾ അവയെ നന്നായി കാത്തു സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭാവി നിങ്ങൾ ഈ ജീവൻ നൽകുന്ന സേവനങ്ങളെ എങ്ങനെ പരിപാലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ലൈഫ് ഗിവിംഗ് ആംസ് ഓഫ് സർവീസ്, അതായത് ജീവൻ നൽകുന്ന കൈകൾ നിങ്ങൾ എങ്ങനെയാണ് ജീവദായകമായ ആ കൈകൾ കാത്തു സൂക്ഷിക്കുന്ന പോലെ അതിനെ ആശ്രയിച്ചിരിക്കും. ആന്റിസിപ്പേറ്റിംഗ് ദാറ്റ് യു വിൽ ഹാപ്പിലി അക്സെപ്റ്റ് ദിസ് ന്യൂ റെസ്പോൺസിബിലിറ്റി, the trustees Dr. Bob and I propose the General Service Conference of Alcoholics Anonymous, a body of state and professional representatives who will sit yearly with our foundation trustees as their tradition guide. We have long considered and will soon present a detailed plan designed to bring this great change about. ഈ പുതിയ ഉത്തരവാദിത്തം നിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ട്രസ്റ്റിമാരായ ആളുകളും ഡോക്ടർ ബോബും ഞാനും നമ്മളുടെ ഫൗണ്ടേഷൻ ട്രസ്റ്റിമാരോടൊപ്പം അവരുടെ പരമ്പരാഗത വഴികാട്ടിയായ, അതായത് എല്ലാ വർഷവും നടക്കുന്ന സംസ്ഥാന പ്രവിശ്യ പ്രതിനിധികളുടെ സംഘടനയായ ആൽക്കഹോളിക്സ് അനോണിമസ് ജനറൽ സർവീസ് കോൺഫറൻസിലേക്ക് പല കാര്യങ്ങളും നിർദ്ദേശിക്കുന്നു. Dr. Vanak proposed the General Conference of Alcoholics Anonymous, a body of state and professional representatives who will sit yearly. അവർ എല്ലാ വർഷവും ഇരിക്കുന്നവരാണ് വിത്ത് അവർ ഫൗണ്ടേഷൻ ട്രസ്റ്റീസ് ആസ് ദർ ട്രഡീഷണൽ ഗൈഡ്, അതായത് പാരമ്പര്യത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈ മഹത്തായ മാറ്റം കൊണ്ടുവരാൻ രൂപകൽപ്പന ചെയ്ത ഒരു വിശദമായ പദ്ധതി ഞങ്ങൾ വളരെ കാലമായി പരിഗണിക്കുകയും ഉടൻ അവതരിപ്പിക്കുകയും ചെയ്യും. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രായപൂർത്തിയായി. ഇതൊരു മഹത്തായ താങ്ക്സ് ഗിവിംഗ് ആണ്. Alcoholics Anonymous has come so far. It's a great Thanksgiving. അപ്പോൾ we have long considered and will soon present a detailed plan designed to bring this great change about. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന് പ്രായപൂർത്തിയായി. അപ്പോൾ അത് താങ്ക്സ് ഗിവിങ്ങിന്റെ ഡേയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ആ വാരത്തിലാണ് ഇത് എഴുതുന്നത്.